ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്ന് എനിക്ക് കൊറിയർ അയക്കാനുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വർക്കും കിട്ടിയായിരുന്നു ഫ്രെയിമിൽ. അപ്പോൾ നമുക്കതൊക്കെ വാങ്ങാൻ വേണ്ടി പോയാലോ? ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോന്നെ, അമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ബസ്സിലാണെങ്കിൽ പാട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഷോപ്പിലെത്തി കേട്ടോ. പള്ളിമുക്കിലാണ് ഈ ഷോപ്പ് വരുന്നത്. പിന്നെ കുറച്ച് ഫ്രെയിമിൻ്റെ ഓർഡറായിരുന്നു കിട്ടിയത്. അങ്ങനെ കുറച്ച് ഫ്രെയിമൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രെയിമൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഫ്രെയിമൊക്കെ വാങ്ങി. ഞാൻ പറഞ്ഞില്ലായിരുന്നു കൊറിയർ അയക്കണമെന്ന്. അങ്ങനെ പോസ്റ്റ് ഓഫീസിലും വന്ന് കൊറിയറൊക്കെ അയച്ച് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയെ പറഞ്ഞു, അമ്മ എനിക്കൊന്ന് വീഡിയോ എടുത്താൽ ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കട്ടെന്ന്. അങ്ങനെ അമ്മ എടുത്തുന്ന വീഡിയോ ആണിത്. അങ്ങനെ പട്ടിഷയൊക്കെ കാണിച്ച് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, എന്തായാലും ഇവിടം വരെ വന്നേയില്ലേ, നമുക്കൊന്ന് പള്ളിയിൽ കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്ന്. ഞാൻ കയറിയില്ല, ഇടയിൽ ഫ്രെയിമൊക്കെ ഇരിക്കുന്നതാണ്, ഞാൻ അകത്തോട്ട് കയറിയില്ല. അമ്മ പോയി തൊഴുതിട്ടൊക്കെ വന്ന്. പള്ളിയിൽ വന്നാൽ പിന്നെ മെഴുകുതിരി കത്തിക്കില്ല, അത് നിർബന്ധമാണ്. ഞങ്ങൾ തൊഴുതിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ ഇറങ്ങി. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷാർജ കൂടി, അത് നിർബന്ധം. അതെവിടെ പോയാലും ഒന്നുണ്ട്. ഷാർജ ഇല്ലാതെ പിന്നെ എന്തും ചെയ്തില്ലേ. ഞങ്ങൾ രണ്ടീരും കൂടെ, ഞാനും അമ്മയും കൂടെ പോയി ഷാർജയൊക്കെ കുടിച്ച് അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയി. ആൻറ്റി ആരാന്നല്ലേ, അമ്മയുടെ കൂട്ടുകാരിയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഇത്. നിറയെ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കളെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ എവിടെ കണ്ടാലും ഇതിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കും കേട്ടോ. അങ്ങനെ എടുത്തതാണിത്. ആൻറ്റിയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ വന്ന് അപ്പോഴത്തേക്ക് അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഞങ്ങൾ കാത്തിരുന്നു. പിന്നെ ഞങ്ങൾ ത്രെഡൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങി. ത്രെഡ് ചെയ്തിട്ടുള്ള എൻ്റെ കോലം കേട്ടോ ഇത്. അപ്പം ഞാൻ കുറച്ച് പട്ടിഷോ കാണിക്കാമെന്ന് വെച്ച് അങ്ങനെ ക്യാമറയൊക്കെ നോക്കി കുറച്ച് പട്ടിഷോ കാണിച്ച് ഇങ്ങനെ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ലൈൻ ഇങ്ങനെ കിടന്ന് കത്തുമായിരുന്നു, ഒരുമാതിരി നീല കളറൊക്കെ പോലെ. അങ്ങനെ പിന്നെ അവിടുത്തെ അങ്കിൾമാരൊക്കെ കണ്ട് KCBക്കാരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വഴിയരികുന്ന ഒരു സാധനത്തിനെ കളഞ്ഞു കിട്ടിട്ടോ. നീളം കൊണ്ട് ഇവനാണ് എൻ്റെ മൂത്തതെങ്കിലും പ്രായം കൊണ്ട് ഞാനാട്ടോ ഇവനെക്കാട്ടി മൂത്തത്. ഇവനെൻ്റെ കുഞ്ഞാര അനിയൻ, പേര് രോഹിത് എന്നാണ്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഒരു കുളിയൊക്കെ പാസ്സാക്കി പുറത്തൊക്കെ പോയിട്ട് വന്നില്ലേ. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ വർക്കിലേക്ക് കടന്ന്. ഇത്രയും ഫ്രെയിം ഉണ്ട് കേട്ടോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ വർക്കിലേക്ക് കടന്ന്. അപ്പോൾ ഇതാട്ടോ ഇന്നുണ്ടായിരുന്ന വർക്ക്. അങ്ങനെ 7 ഫ്രെയിം, ചെറിയ മിനി ഫ്രെയിമൊക്കെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൊറിയർ അയക്കാനുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.